ഗുരുവായൂർ അമ്പലനടയിൽ. പക്ഷെ ഞാനിങ്ങനെ വിചാരിക്കും ഈ പടം ഇങ്ങനെ പൊക്കിക്കൊണ്ടുപോകേണ്ട കാര്യം എന്തായിരിക്കുന്നത്. കുഴപ്പമില്ല, പടം കണ്ടിരിക്കാം. പണ്ടത്തെ നമ്മുടെ ജഗദീഷിൻ്റെയും സിദ്ദിഖിൻ്റെയും ഒക്കെ പടങ്ങളില്ലേ, ഒരു കൺഫ്യൂഷൻ, അതായത് ഇവൻ അത് മനസ്സിലാവില്ല, അത് ഇവിടെ മനസ്സിലാവില്ല, അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, പിന്നെ പാരൻസിന് അതാവില്ല, അവർക്ക് മനസ്സിലാവില്ല, ഇവർക്ക് മനസ്സിലാവും. ലാസ്റ്റ് എല്ലാം കൂടി മനസ്സിലായി, ക്ലിയറായി, സംശയങ്ങളെല്ലാം ഓക്കെ, എല്ലാവരും ഒരു ലാസ്റ്റ് ഒരു കൂട്ടത്തല്ല് പടം അതോടെ ഫിനിഷ്. ഇങ്ങനെയുള്ള ഐറ്റം സെയിം അതേ സാധനം. പക്ഷേ എന്താ പറയുക, ചില കോമഡികളിലൊക്കെ, പക്ഷെ ചില കോമഡികളിലും വിചാരിക്കുക ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ജനങ്ങളങ്ങ് ഏറ്റെടുത്തു എന്ന് വിചാരിച്ചു. അത് ഒന്ന് നമ്മുടെ പൃഥ്വിരാജിന് അവിടെ നിന്നിട്ട് ദൃശ്യത്തിലെ ഡയലോഗ് മറ്റോ പറഞ്ഞു കൊടുക്കുന്നൊരു സീനുണ്ട്, ഭാര്യൻ്റെ സംശയം മാറ്റിയിട്ട് വീട്ടിലോട്ട് പോകുന്നത്. എൻ്റെ അപ്പം എന്തൊരു ചളി സീനാകുന്നുള്ളത് എനിക്ക് തന്നെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ആരാണ് ചിരിക്കുന്നത്? അത് ചിരിക്കേണ്ട സാധനമാണ്. ഇതൊക്കെ ഭയങ്കര ബുദ്ധിയാണ് കേട്ടോ, സമ്മതിച്ചു. പിന്നെ ഒരു മെൻ്റൽ ഡോക്ടർ, പണ്ട് ഇവിടെ സ്നേഹിച്ചിരുന്നു പറഞ്ഞൊരു മെൻ്റൽ ഡോക്ടർ, അവൻ എന്തിനാണ് സിനിമ കൊണ്ടിട്ട്, അവൻ്റെ റോൾ എന്താ, ഒരു ജാതി എന്ത് വൃത്തിയുടെ എന്ത് മോശം കോമഡി, അവൻ എന്തൊക്കെ കോപ്രായം കാണിച്ചു വിട്ടെന്ന് എനിക്കെന്നെ അറിയില്ല. പിന്നെ കുറേ നന്ദനത്തിൻ്റെ ഒരു സാധനമൊക്കെ ഇങ്ങനെ കൊണ്ടേ അവിടെ ഇട്ട്, അന്ന് നന്ദനത്തിൽ ദൈവമായിട്ട് വന്നിരുന്ന അവൻ ആ ഡാൻസുകാരൻ അവനായിരുന്നെങ്കിൽ ഈ നന്ദനത്തിൽ നല്ല ടെക്നോളജിക്കൽ ഗോഡ് ഭഗവാൻ പല രൂപത്തിൽ വരും ദൈവമേ. ലാസ്റ്റ് സീനിലുള്ള ആ മാല, താലിമാല അങ്ങറിയുന്നു ഇങ്ങറിയുന്നു, അതും ഗുരുവായൂർ അമ്പലത്തിൽ. വാട്ട് എ ടെക്നോളജി തിങ്. സ്ത്രീകളുടെ കൈയടക്കാൻ വേണ്ടി ഈ സാധനം കയറ്റി പടം ശുഭം, അതവിടെ പടം സൂപ്പർ ഹിറ്റ്. ഓ എൻ്റെ ദൈവം, അല്ല കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ജഗദീഷ് സിദ്ദിഖ് പോലത്തെ ഒരു പടം എന്നല്ലാതെ ഈ പടത്തിന് ഇതിന് മാത്രം എന്തോന്ന് തേങ്ങയാണ് എടുത്ത് വെച്ചത് എനിക്കറിയില്ല. കുറേ പിന്നെ ഒരു കാര്യം പറയാം, ഇതൊക്കെ ഞാനേ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഓക്കെ, ഒരുപാട്